കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് VS അച്യുതാനന്ദൻ. അനാഥത്വവും ദാരിദ്ര്യവും നിറഞ്ഞ ബാല്യം, സമരപോരാട്ടങ്ങളുടെ യൗവനം, ദശാസന്ധികൾക്കൊന്നും കെടുത്തിക്കളയാനാകാത്ത വിപ്ലവാഗ്നിയായി പടർന്ന VSനായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവിയും കാത്തിരുന്നു. ആലപ്പുഴ നോർത്ത് പുന്നപ്ര വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും 4ാമത്തെ മകനായി 1923 ഒക്ടോബർ 20 ജനനം. 4.5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. 11ാം വയസ്സിൽ അച്ഛനും. അനാഥനായ അച്യുതാനന്ദൻ 7ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു. ജ്യേഷ്ഠന്റെ തുണിക്കടയിൽ സഹായിയായി തൊഴിലാളി ജീവിതം തുടങ്ങി. അത് പിന്നെ ആലപ്പുഴയുടെ പരമ്പരാഗത തൊഴിൽ മേഖലയായ കയർ ഫാക്ടറിയിലേക്ക് നീണ്ടു. അതിനിടെ തിരുവിതാംകൂറിൽ കൊടുമ്പിരിക്കൊണ്ട നിവർത്തന പ്രക്ഷോഭം അച്യുതാനന്ദനിലെ നീതിബോധത്തെ പ്രചോദിപ്പിച്ചു. 17ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി. VSലെ സംഘാടക മികവിനെ തിരിച്ചറിഞ്ഞ സഖാവ് P. കൃഷ്ണപിള്ള കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ VSനെ നിയോഗിച്ചു. ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനുമെതിരെ ചോര കൊണ്ടൊപ്പുവെച്ച പുന്നപ്ര വയലാർ സമരമുന്നണിയിൽ പോരാളിയായ VSനെ 1946 ഒക്ടോബർ 26 സർ CPയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 കാലുകളും ലോക്കപ്പിന്റെ അഴികൾക്കിടയിലൂടെ പുറത്തെടുത്ത് തോക്കിന്റെ ബയണറ്റ് കാലിൽ കുത്തിയിറക്കി. ക്രൂരമർദ്ദനമേറ്റ് ബോധം പോയ VSനെ മരിച്ചെന്ന് കരുതി പോലീസ് കാട്ടിൽ ഉപേക്ഷിച്ചു. കള്ളൻ കോരപ്പൻ ഞരക്കം കേട്ട് പാലായിലെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് മരണമുഖത്തുനിന്ന് VS ഉയർത്തെഴുന്നേറ്റു. തളരാത്ത ആ പോരാട്ടവീര്യം അവസാന ശ്വാസം വരെയും VSൽ ഒരു കനലായി എറിഞ്ഞതിന് കാലം സാക്ഷി. സമരം തന്റെ ജീവിതമെന്നാണ് തന്റെ ആത്മകഥയ്ക്ക് VS ഇട്ട തലക്കെട്ട്. ജൗളിക്കടയിൽ നിന്നും നിയമനിർമ്മാണ സഭ വരെയുള്ള ഒരു കയറ്റമാണ് VSന്റെ ജീവിതം. മരക്കുടിലിൽ നിന്ന് വൈറ്റ് ഹൌസിലേക്ക് കയറിപ്പോയ എബ്രഹാം ലിങ്കനെ ഓർത്തുപോകും. താഴ്വരയിൽ മുളച്ച ഒരു ചന്ദനമരം വളർന്ന് മലയുടെ മുടിവരെ ഉയർന്നു പൊങ്ങിയതുപോലെ. VSനെ കുറിച്ച് യശശരീരനായ സുകുമാർ അഴീക്കോട് പറഞ്ഞ വാക്കുകളാണിത്. ഇതിഹാസ ജീവിതത്തിന് പരിസമാപ്തി. VS എന്ന 2 അക്ഷരം ഇനി ആത്മാവിന്റെ അനശ്വരതയിലേക്ക്. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.